Good morning, dear students. Welcome to our new class of Advanced Strategic Management. Our today's topic is role of strategist in strategic management. Role of strategist in strategic management. Strategic managementile സ്ട്രാറ്റജിസ്റ്റിൻ്റെ റോൾസ് എന്തൊക്കെയാണ്, അപ്പോൾ ആരൊക്കെയാണ് സ്ട്രാറ്റജിസ്റ്റ്, അവരുടെ റോൾ എന്തൊക്കെയാണെന്നാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് strategists are individuals or groups who are primarily involved in the formulation, implementation, and evaluation of strategy. In a limited scene, all managers are strategists. There are persons outside the organization who are also involved in various aspects of strategic management. They too are referred to as strategists. We can identify 9 strategists who as individuals or in groups are concerned with and play a role in strategic management. അപ്പോൾ സ്ട്രാറ്റജിസ്റ്റ് ആരാന്ന് മനസ്സിലായോ? സ്ട്രാറ്റജിസ്റ്റ് ആർ ദ ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്സ് who are primarily involved in the formulation, implementation and evaluation of strategy. ഒരു സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുകയും ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യുന്നതിൽ പ്രൈമർലി ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാ പേഴ്സൺസിനെ എന്ത് പറയാം? സ്ട്രാറ്റജിസ്റ്റ് എന്ന് പറയാം. അങ്ങനെ പറയുമ്പോൾ ഓർഗനൈസേഷനിലെ മാനേജേഴ്സ് എല്ലാം ആരാണ്? ഓൾ മാനേജേഴ്സ് ആർ സ്ട്രാറ്റജിസ്റ്റ്. അതുപോലെ തന്നെ ഈ ഓൾ മാനേജേഴ്സ് അല്ലാതെ ഓർഗനൈസേഷൻ്റെ കുറച്ച് ഔട്ട്സൈഡ് പേഴ്സൺസും ചിലപ്പോൾ ചില കാര്യങ്ങളിൽ മാനേജ്മെൻറ്റിൻ്റെ ഈ ഫോർമുലേഷനിലും ഇംപ്ലിമെൻറ്റേഷനിലും ഇവാലുവേഷനിലൊക്കെ ഉൾപ്പെടാം. അപ്പോൾ അവരെയും എന്തായിട്ട് കണക്കാക്കാം? സ്ട്രാറ്റജിസ്റ്റായിട്ട് കണക്കാക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു 9 പേഴ്സൺസ് അല്ലെങ്കിൽ 9 ഗ്രൂപ്പ്സിനെ സ്ട്രാറ്റജിസ്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിലുള്ള റോൾസ് എന്തൊക്കെയാണെന്നാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ 9 സ്ട്രാറ്റജിസ്റ്റ് ആരൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് കൺസൾട്ടൻസ്, സെക്കൻഡ് ഓൺട്രപ്രണർ, തേർഡ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഫോർത്ത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ഫിഫ്ത്ത് സീനിയർ മാനേജ്മെൻറ്റ്, സിക്സ്ത് കോർപ്പറേറ്റ് പ്ലാനിംഗ് സ്റ്റാഫ്, then strategic business unit level executive, SBU level executive, strategic business unit level executives, middle level managers, executive assistants. ഇങ്ങനെ ഒരു 9 കാറ്റഗറിയിൽ വരുന്ന ആളുകളാണ് നമ്മൾ ഇവിടെ സ്ട്രാറ്റജിസ്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവരെ പറ്റിയുള്ള ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷനാണ് താഴെ തന്നിരിക്കുന്നത്. ഈ ഓർഡറിൽ ചില ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് how the different strategists approach the process is outlined here. അപ്പോൾ ഈ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ്സിൽ ഈ പറഞ്ഞിരിക്കുന്ന 9 ഗ്രൂപ്പിലുള്ള സ്ട്രാറ്റജിസ്റ്റിൻ്റെ റോൾ എന്താണെന്നുള്ളതൊന്ന് സിമ്പിളായിട്ട് പറയാൻ പോവാണ്. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആരാന്നുള്ളത് നിങ്ങൾക്ക് അറിയാം അല്ലേ? Board of directors are the owners of the organization such as shareholders, controlling agencies, government, financial institution, etc. അതൊക്കെയാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഉണ്ടാകുന്ന ആളുകൾ. ഷെയർഹോൾഡേഴ്സും ദെൻ കൺട്രോളിങ് ഏജൻസീസ്, ദെൻ ഗവൺമെൻറ് അതോറിറ്റീസ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇവരൊക്കെയാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ വരുന്ന പ്രധാനപ്പെട്ട മെമ്പേഴ്സ്. റിയലി ദേ ആർ ദ ഓണേഴ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഷെയർഹോൾഡേഴ്സ് ആണ് അല്ലേ? ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ദി ഗവേണൻസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ, technology collaboration, new product development, and senior management appointments. They guide the senior management in setting and accomplishing objectives, review and evaluate organizational performance. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ജോലികൾ എന്തൊക്കെയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർ ആ ജോലികൾ ചെയ്യുന്നതോടുകൂടി ഓട്ടോമാറ്റിക്കായിട്ട് അവർ ആരായിട്ട് മാറുകയാണ്? സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ ഒരു പാർട്ടായിട്ട് മാറുകയാണ്, സ്ട്രാറ്റജിസ്റ്റായിട്ട് മാറുകയാണ്. അപ്പോൾ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടോപ്പ് ലെവൽ അതോറിറ്റിയാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ വർക്ക് ചെയ്യുക. അപ്പോൾ ഈ ടോപ്പ് ലെവൽ അതോറിറ്റീസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. അതുപോലെ ഓർഗനൈസേഷൻ്റെ ഓവറോൾ ഗവേണൻസിൽ അവർ ഇടപെടുന്നുണ്ട്. ടെക്നോളജിക്കൽ കൊളാബറേഷൻ അല്ലെങ്കിൽ ഒരു പുതിയ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നതിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഓർഗനൈസേഷന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുന്ന, സീനിയർ മാനേജ്മെൻറ്റിന് ഗൈഡൻസ് കൊടുക്കുന്ന ഒരു ടീമാണ് ആര്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അപ്പോൾ എന്താണ് നമുക്ക് എന്താ പറയുക? ഓഫ് കോഴ്സ് ദേ ആർ ആക്റ്റീവ് ഇൻവോൾവേഴ്സ് ഇൻ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൽ അവർ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യുന്നു എന്ന് തന്നെ പറയാം.
ഈ പറഞ്ഞ ഏരിയയിലൊക്കെ അവരുടെ ഗൈഡൻസും ഗവേണൻസും ഒക്കെ ഉണ്ടാകുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൽ അവരുടെ റോള് നിർവഹിക്കുക ചെയ്യുന്നത്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അവരുടെ ഈ ഗവേണൻസിലും ഗൈഡൻസിലും ഡിസിഷൻസിലും അപ്പോയിൻമെൻറ്റ്സിലൂടെ അവർ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ ഒരു പാർട്ടായിട്ട് മാറും. അതാണ് ഫസ്റ്റിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. വല്ലാണ്ട് ചിന്തിച്ച് തലമുണ്ടാക്കൊന്നും വേണ്ട, ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ദ നെക്സ്റ്റ്, ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഈസ് ആൻസറബിൾ ഫോർ all aspects of strategic management from the formulation to the evaluation of strategy. They play a major role in strategic decision making and provide the direction for the organization so that it can achieve its purpose. They assist in setting the mission of the organization. They are responsible for deciding the objectives, formulating and implementing strategy. അപ്പോൾ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറഞ്ഞാൽ എ ടു സെഡ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൽ ആൻസറബിൾ ആയിട്ടുള്ള പേഴ്സണാണ്. അതായത് സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്തു അതിൻ്റെ ഇവാലുവേഷൻ വരെ ആൻസറബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണാണ് അറിയാം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവർ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിങ്ങിലൊരു പ്രധാനപ്പെട്ട റോള് വഹിക്കുന്ന സ്ട്രാറ്റജിസ്റ്റാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത്. അവർ കൈവയ്ക്കുന്ന പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മളിവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഏതാണ്? ഡയറക്ഷൻ ഓഫ് ദി ഓർഗനൈസേഷൻ, ദെൻ മിഷൻ സെറ്റിംഗ്, ഓർഗനൈസേഷൻ്റെ മിഷൻ സെറ്റിംഗ് ചെയ്യുന്നതിൽ, അതുപോലെ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ഫോർമുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നതിൽ, ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്നതിലും സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലും ഇവാലുവേറ്റ് ചെയ്യുന്നതിലും ഒക്കെ പ്രധാനപ്പെട്ട റോള് വഹിക്കുന്ന ആളുകളാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. അപ്പോൾ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആൻസറബിൾ ആയിട്ടുള്ള റോള് വഹിക്കുന്ന സ്ട്രാറ്റജിസ്റ്റാണ് ആര്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ആൻഡ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ദെൻ നെക്സ്റ്റ്, entrepreneurs. Entrepreneurs are the strategists who start a new business, initiator, search for change, respond to it and exploit it as an opportunity. By their nature, entrepreneurs play a proactive role. They are implementers and evaluators of strategies. ഓണ്ടർപ്രണർ എന്നുള്ള ടേം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ അതിൻ്റെ ഡെഫിനേഷനൊക്കെ പഠിച്ചത് ഓർമ്മ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഡെഫിനേഷനിൽ വന്നൊരു വേർഡാണ് എന്താണ്? ഓണ്ടർപ്രണർ ഈസ് ആൻ ഇനീഷ്യേറ്റർ, സെർച്ച് ഫോർ ചേഞ്ച്, റെസ്പോണ്ട് ടു ഇറ്റ് ആൻഡ് എക്സ്പ്ലോയിറ്റ് ഇറ്റ് ആസ് ആൻ ഓപ്പർച്യൂണിറ്റി. അതാണ് ഓണ്ടർപ്രണർ അല്ലേ? അപ്പോൾ ഒരു പുതിയ ബിസിനസ് തുടങ്ങുക അല്ലെങ്കിൽ ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിക്കുക, എന്നിട്ട് അതിനോട് റെസ്പോണ്ട് ചെയ്യുക, എന്നിട്ട് അതിൽ മാക്സിമം എക്സ്പ്ലോയിറ്റേഷൻ നടത്തുന്ന വ്യക്തിയാണ് ഓണ്ടർപ്രണർ. അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഉണ്ടാവില്ലേ? അപ്പോൾ ബിസിനസ്സിൻ്റെ പ്രൊമോട്ടേഴ്സ്, ഇംപ്ലിമെൻറ്റേഴ്സ് ഓർ ഇവാലുവേറ്റേഴ്സ് ആണ് ആര്? ഓണ്ടർപ്രണേഴ്സ്. സോ they have the eminent role in strategic management. The next, senior management or top management consists of managers at the highest level managerial hierarchy. They look after renovation, technology progression, diversification and expansion, and also focus on new product development. They assist the board and chief executives in formulating, implementing and evaluating the strategy. അപ്പോൾ സീനിയർ എക്സിക്യൂട്ടീവ്സിനെയും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനൊക്കെ സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യുന്നതിനും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനും ഇവാലുവേറ്റ് ചെയ്യുന്നതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ടോപ്പ് അതോറിറ്റിയാണ് ഇത് സീനിയർ മാനേജ്മെൻറ്റ്. സോ ദേ ആക്ട് ആസ് എ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ്. കൂടുതലായിട്ട് പറയുന്നില്ല അത്. ദെൻ നെക്സ്റ്റ്, SBU ലെവൽ എക്സിക്യൂട്ടീവ്സ്, സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ് ലെവൽ എക്സിക്യൂട്ടീവ്സ് are the profit center heads or divisional heads. They manage a diversified company as a portfolio of business, each business having a clearly defined product market segment and unique strategy. SBU executives maintain harmonization with other SBUs in the organization, formulating and implementing SBU level strategy. അപ്പോൾ നമ്മൾ ലെവൽസ് ഓഫ് സ്ട്രാറ്റജിയിൽ പറഞ്ഞിട്ടുണ്ട്. സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ് ലെവൽ സ്ട്രാറ്റജി, അതായത് ഡിഫറെൻറ്റ് ഫങ്ഷണൽ ലെവൽ സ്ട്രാറ്റജിയാണ് SBU ലെവൽ. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഓരോ ഫങ്ഷന് ഓരോ ഫങ്ഷണൽ ഹെഡ്സ് ഉണ്ടാവും, അതായത് സ്ട്രാറ്റജി ബിസിനസ് യൂണിറ്റ് ലെവൽ എക്സിക്യൂട്ടീവ്സ് ഉണ്ടാവും. അപ്പോൾ ഈ സ്ട്രാറ്റജീസിൻ്റെ ഓരോ യൂണിറ്റും എല്ലാ യൂണിറ്റും ഓവറോൾ ആയിട്ട് ഓർഗനൈസേഷൻ്റെ സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുക. അപ്പോൾ അവരുടേതായിട്ടുള്ള അത് ഓർഗനൈസേഷൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ അവരുടേതായിട്ടുള്ള ഒരു റോൾ അവർക്കുണ്ടാകും അല്ലേ? അതായത് എല്ലാ യൂണിറ്റുകളും ഒരേ രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മളെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് സക്സസ്ഫുൾ ആവുള്ളൂ. അപ്പോൾ ഓരോ യൂണിറ്റ് ലെവലിലുള്ള എക്സിക്യൂട്ടീവ്സിനും അത് അവരുടേതായിട്ടുള്ള റോളുണ്ട്. ആരെങ്കിലും ഒരാൾ ഉഴപ്പിക്കഴിഞ്ഞാൽ അത്
ഓവറോൾ ഒബ്ജക്റ്റീവിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റ് സെൻറ്റേഴ്സാണ് സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റിനും അവരുടേതായിട്ടുള്ള സ്ട്രാറ്റജീസ് ഉണ്ട്. അപ്പോൾ ആ സ്ട്രാറ്റജീസ് സക്സസ് ആയിട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ഓരോ എക്സിക്യൂട്ടീവ്സിൻ്റെയും ഉത്തരവാദിത്തമാണ്. അപ്പോൾ സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ് ലെവൽ എക്സിക്യൂട്ടീവ്സാണ് അടുത്ത സ്ട്രാറ്റജിസ്റ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് corporate planning staff plays a supporting role. They put in order to communicate the strategic plans. They make available administrative support and fulfill the function of the assisting the introduction, working and maintenance of strategic management system. Corporate planning staff എന്ന് പറഞ്ഞാൽ they play supporting role. അവർ supporting role ആണ് പ്ലേ ചെയ്യുന്നത്. They put in order to communicate the strategic plans. They make available administrative support and fulfill the function of assisting the introduction, working, maintenance and strategic management system. Strategic management system മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സപ്പോർട്ടിംഗ് എലമെൻറ്റ്സ്, സ്ട്രാറ്റജിക് പ്ലാൻസിൻ്റെ കമ്മ്യൂണിക്കേഷനും, അപ്പോൾ അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള എല്ലാ എലമെൻറ്റ്സും പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റാഫാണ് ഇത് കോർപ്പറേറ്റ് പ്ലാനിങ് സ്റ്റാഫ്. സോ അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ടോടു കൂടിയാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിനെ താങ്ങി നിർത്തുന്ന ഒരു സപ്പോർട്ടിംഗ് സ്റ്റാഫാണ് കോർപ്പറേറ്റ് പ്ലാനിംഗ് സ്റ്റാഫ്. ദേ ആർ ഓൾസോ ആക്ട് ആസ് എൻ എമിനൻറ്റ് റോൾ ഇൻ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ്. ദെൻ കൺസൾട്ടൻറ്റ് may be individuals, academicians or consultancy companies who are specialized in strategic management activities. They will advise and assist managers to improve the performance and effectiveness of an organization. They provide service of corporate strategy and planning. കൺസൾട്ടൻറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? ബിസിനസ് കൺസൾട്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും ടെക്നിക്കൽ സപ്പോർട്ട്സും അഡ്വൈസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഔട്ട്സൈഡ് ഏജൻസിയാണ് കൺസൾട്ടൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രാറ്റജിക് മാനേജേഴ്സിന് ആവശ്യമായിട്ടുള്ള അവരുടെ ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനും എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസിയും ഇമ്പ്രൂവ് ചെയ്യാനും ആവശ്യമായിട്ടുള്ള സർവീസസും അഡ്വൈസസും കൊടുത്ത് അവരെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു ഔട്ട്സൈഡ് പേഴ്സൺസ് ആണ്. അല്ല, ഔട്ട്സൈഡ് പേഴ്സൺ ആവാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ആവാം, കമ്പനി ആവാം, എന്തോ ആവാം. അതാണ് കൺസൾട്ടൻസ്. അപ്പോൾ ബിസിനസ്സിൻ്റെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ സക്സസ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ അഡ്വൈസും കൊടുക്കുന്ന കൺസൾട്ടൻസും സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ ഒരു പാർട്ടായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ കോർപ്പറേറ്റ് പ്ലാനിംഗ് സ്റ്റാഫ്, ദെൻ കൺസൾട്ടൻറ്റ്, ദെൻ മിഡിൽ ലെവൽ മാനേജേഴ്സ് ലുക്ക് ആഫ്റ്റർ ദി ഓപ്പറേഷണൽ മാറ്റേഴ്സ്. സോ ദേ ആർ റെയർലി പ്ലേ ആൻ ആക്റ്റീവ് റോൾ ഇൻ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. They are the implementers of decisions taken by top level and followers of policy guidelines. They contribute to generation of ideas and in development of strategic alternative. They also help in setting objectives at a departmental level. Middle level managers എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എന്താണ്? ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സ് ആണ് മിഡിൽ ലെവൽ മാനേജേഴ്സ് അല്ലേ? ഇപ്പോൾ ടോപ്പ് ലെവൽ മാനേജേഴ്സ് സ്ട്രാറ്റജീസൊക്കെ ഉണ്ടാക്കി വെക്കുന്നു. ആ സ്ട്രാറ്റജീസിൻ്റെ ഓപ്പറേഷണൽ ലെവലിലുള്ള ആളുകളാണ് ആരെയും മിഡിൽ ലെവൽ മാനേജേഴ്സ്. അപ്പോൾ അവരിലൂടെയാണ് സ്ട്രാറ്റജീസ് വർക്ക് ആക്ഷൻ ഫോമിലേക്ക് വരുന്നത് അല്ലേ? അതുകൊണ്ട് തന്നെ ടോപ്പ് ലെവൽ മാനേജേഴ്സിന് എടുക്കുന്ന ഡിസിഷൻ്റെ ഇംപ്ലിമെൻറ്റേഴ്സാണ് മിഡിൽ ലെവൽ മാനേജേഴ്സ്. അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ നടന്നു പോകണമെങ്കിൽ അവിടെ ആര് വേണം? ഈ മിഡിൽ ലെവൽ മാനേജേഴ്സിൻ്റെ ഒരു സൂപ്പർവൈസിങ് കണ്ടൻറ്റ് വേണം. സോ ദേ ആക്ട് ആസ് എ സ്ട്രാറ്റജിസ്റ്റ് ടു successful implementation of the strategies adopted by the top level management. Then an executive assistant will assist the chief executive in the performance of the duties in various ways. അപ്പോൾ സീനിയർ എക്സിക്യൂട്ടീവ് ഓഫീസറെ അസിസ്റ്റ് ചെയ്യുന്ന ആളാണ് ആര്? എക്സിക്യൂട്ടീവ് അസിസ്റ്റൻറ്റ്. പേര് തന്നെ ഉണ്ടല്ലേ, എക്സിക്യൂട്ടീവ് അസിസ്റ്റൻ്റ് ആണ്. They assist the chief executive in data collection, analysis and in suggesting alternatives, coordinating activities with the internal staff and outsiders and acting as the filter for information are also performed by the executive assistant. അപ്പോൾ എക്സിക്യൂട്ടീവ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ സീനിയർ എക്സിക്യൂട്ടീവ്സിന് എല്ലാ കാര്യങ്ങളും ഡാറ്റ കളക്ഷനിലും അനാലിസിസിലും സജഷൻ ആൾട്ടർനേറ്റീവ്സ് ക്രിയേഷനിലും ഇംപ്ലിമെൻറ്റേഷനിലും ഒക്കെ സീനിയർ എക്സിക്യൂട്ടീവ്സിനെ അസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് എക്സിക്യൂട്ടീവ് അസിസ്റ്റൻറ്റ്. സോ ദേ ആക്ട് ആസ് ദി അസിസ്റ്റൻറ്റ് ഓർ സപ്പോർട്ടേഴ്സ് ഓഫ് ദി സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ അത്രയാണ്. കുറച്ച് ലെങ്തി ആയി പോയിട്ടുണ്ട് എന്നാലും. അപ്പോൾ ഒന്ന് നോക്കുക: കൺസൾട്ടൻറ്റ്, എൻ്റർപ്രണേഴ്സ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, സീനിയർ മാനേജ്മെൻറ്റ്, കോർപ്പറേറ്റ് പ്ലാനിംഗ് സ്റ്റാഫ്, SBO level executive, middle managers and executive assistants are the important strategists involved in strategic management process. Okay, അന്നത്ര മതി. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഓക്കെ, താങ്ക് യു.